എടോ, തനിക്ക് സാഹിത്യത്തിൽ ഉയരണം, അതല്ലേ തൻ്റെ ആഗ്രഹം? താനൊന്നും എഴുതിയിട്ടില്ല, അത് ശരിയാണ്, അതൊന്നും വിഷയമല്ല. പറയുന്നതാരാണ്? ഈ പച്ചാളം ഭാസി. തനിക്കറിയാമല്ലോ സരോജ് കുമാർ ഇന്നെവിടെ എത്തി നിൽക്കുന്നുവെന്ന്. ഈ പച്ചാളം ഭാസി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നടപ്പാക്കിയിരിക്കും. അതാണ് പച്ചാളം ഭാസിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, തുക കുറേ ഇറക്കേണ്ടി വരും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം, പറയുന്നത് താൻ കേട്ടാൽ മതി. ഓ, തനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടോ. താനെല്ലാവരും ഇപ്പം പാടി നടക്കുന്ന, നമ്മുടെ നാട് മുഴുവൻ പാടി നടക്കുന്ന പൊട്ടൻ്റെ വിലാപകാവ്യം എഴുതിയത് ആരാണ്? എടോ, എഴുതിയത് രാജപ്പനാണ്. അവനൊരു കൽപ്പണിക്കാരനാണ്. അവൻ്റെ സാഹിത്യം നല്ല രീതിയിലുണ്ട്, അസാമാന്യ സാഹിത്യ പ്രതിഭ. പക്ഷേ അവനത് വിനിയോഗിക്കാൻ അറിയില്ല. കൂരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയിട്ടെന്ത് കാര്യം? 5000 രൂപയ്ക്കും ഒരു കുപ്പി മദ്യവും വാങ്ങി. ഇതാർക്ക് ഞാൻ വാങ്ങിക്കൊടുത്തു? കുട്ടയ്ക്കോട് നാരായണൻ. തനിക്കിന്നറിയാമല്ലോ, കുട്ടയ്ക്കോട് നാരായണൻ ഇന്ന് മഹാപ്രശസ്തനായ സാഹിത്യകാരനായി മാറി. എഴുതുന്നതൊരാൾ, അവതരിപ്പിക്കുന്നത് മറ്റൊരാൾ. എടോ, താൻ അതൊന്നും പേടിക്കേണ്ട, ഒന്നും പിടിക്കപ്പെടില്ല. തൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് താൻ എഴുതിയ കൃതി നാളെ ആരെങ്കിലും പരാതിപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യമില്ല, അവരെഴുതി വെച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ തനിക്ക് ഉയരണമെങ്കിൽ, എടോ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയല്ല, എല്ലാത്തിലും എല്ലാവരും എന്നല്ല. 75% പേര് അവരുടെ സർഗശക്തി കൊണ്ട് ഉയരുന്നു. 25% പേർക്ക് ഉയരണമെങ്കിൽ അവർക്ക് സർഗശക്തി ഇല്ല എങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിന് പിന്നിൽ പല വഴികളുമുണ്ട്. അതിനെല്ലാം പച്ചാളം ഭാസി വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് ഈ എഴുതുന്നതെല്ലാം ഈ കൽപ്പണിക്കാരൻ എഴുതുന്നു. ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നതാരാണ്? കുട്ടയ്ക്കോട് നാരായണനാണ്. വല്ലപ്പോഴും കൊണ്ട് 12000 രൂപ കൊടുക്കും. ഇവൻ എഴുതുന്ന കൃതികളെല്ലാം അയാൾ വായിക്കുന്നു. ഇന്ന് കുട്ടയ്ക്കോട് നാരായണനെ അറിയാലോ, സാഹിത്യത്തിൻ്റെ രോമാഞ്ചമായി മാറേണ്ടത്. അതെ, പാടാനുള്ള ഇതുകൊണ്ട് നീ പാടിയൊക്കെ ഏതെങ്കിലും ആരടുത്തെങ്കിലും പോയിട്ടൊക്കെ കുറേ പാട്ടൊക്കെ പഠിച്ചു വെച്ചോളണം. ഇത്തിരി പ്രസംഗിക്കാനൊക്കെ പഠിച്ചോളണം. എന്നിട്ട് അങ്ങോട്ട് തകർത്ത് പാടണം. തന്നെ വലിയ സാഹിത്യകാരനാക്കി മാറ്റുമെന്നുള്ളത് ഈ പച്ചാളം ഭാസി പറയുന്നത് ഉറപ്പാണ്.